സ്തോത്രം. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അത് മലയാളം വെൽഡൂന. ഓക്കെ. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസന്മാർ, അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം നെനൻ, മറ്റ് കർത്തദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. It is really a joy to be among you this fine morning too. കഴിഞ്ഞ 4 ദിവസമായി എനിക്ക് നിങ്ങളുടെ കൂടെയുള്ള ആത്മീയ കൂട്ടായ്മയ്ക്ക് കർത്താവ് തരുന്ന സന്തോഷകരമായ അവസരത്തെ ഞാൻ നന്ദിയോടെ ദൈവത്തിൽ ഓർക്കുകയും അതിന് എനിക്ക് അവസരമൊരുക്കി തന്ന കർത്താവിനോട് പ്രത്യേകം നന്ദി പറയുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ ഭൗമികമായ നിലയിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മൈ ലോങ് ടൈം ഫ്രണ്ട് പാസ്റ്റർ റോയി വാഗത്താനം, ഞാൻ വരുന്ന പേര് പറഞ്ഞപ്പോൾ he made arrangements and he even booked the ticket for me to fly to Lakeland and യോഗങ്ങൾ അറേഞ്ച് ചെയ്യുകയും ശുശ്രൂഷിക്കാനായിട്ട് അവസരമൊരുക്കുകയും ചെയ്തതിൽ അദ്ദേഹത്തോടും അതുപോലെ വളരെ സന്തോഷത്തോടെ എനിക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്ന പാസ്റ്റർ ആൻ്റണി റോക്കി, അദ്ദേഹത്തിൻ്റെ കുടുംബം, അവരോട് എല്ലാവരോടും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പരിചിതരും സ്നേഹിതരുമായ മറ്റ് കർത്തദാസന്മാർ പലരും ഇവിടെ കാണാൻ അവസരമുണ്ടായി. അവിടെ എല്ലാം കൂട്ടായ്മ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവവചനം കേൾക്കാനായിട്ട് കടന്നു വരികയും പ്രാർത്ഥനയിൽ സഹായിക്കുകയും കൂട്ടായ്മയിൽ കൂടെ നിൽക്കുകയും ചെയ്ത എല്ലാ സഹോദരങ്ങളോടും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ എനിക്കുള്ള നന്ദിയും വന്ദനവും പ്രത്യേകം ഞാൻ രേഖപ്പെടുത്തുന്നു. ഒത്തിരി തിരക്കായിരിക്കുന്നത് വ്യക്തിപരമായി വലിയ താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിലും ചിലപ്പോൾ നിർബന്ധപൂർവ്വം അങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ മറ്റൊരു നെയ്ബറിങ് ചർച്ചിലിട്ട് പോവുകയും അവിടെ നിന്ന് കർത്താവിനെ വിധിച്ചാൽ 4:30 ഫ്ലൈറ്റിൽ ഒർലാൻഡോയിൽ നിന്ന് എനിക്ക് ഷിക്കാഗോയ്ക്ക് പോകണം. നാളെ മുതൽ അവിടെ മീറ്റിങ്ങുകളുണ്ട്. എൻ്റെ യാത്രയിലും ശുശ്രൂഷയിലും കർത്താവിന് കൃപയുണ്ടാകേണ്ടതിനായി നിങ്ങളുടെ വലിയ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനവും ആധാരവും ദൈവത്തിൻ്റെ തിരുവചനമാണ്. ഞാൻ 1ാമത്തെ ദിവസം കൺവെൻഷനിൽ മെനഞ്ഞാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, കർത്താവിൻ്റെ വചനത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരെ വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ വചനത്തിൻ്റെ ശുശ്രൂഷകന്മാർ എന്നാണ്. അപ്പോൾ വചനത്തിൻ്റെ ശുശ്രൂഷയിൽ ബാക്കി കൃപാവരങ്ങളുടെ ശുശ്രൂഷയെല്ലാം അതിനോടനുബന്ധിച്ചു വരുന്നതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു വിശ്വസിക്കുന്നു. എന്നാൽ കൃപാവരങ്ങളുടെ ശുശ്രൂഷ നടക്കാനായി വചനം ഒരു അഡൻഡമായിട്ടുണ്ടാകുകയല്ല, അതിൻ്റെ കൂടെ ഒരു തൊങ്ങൽ പോലെ ഉണ്ടാകുകയല്ല. വചനത്തിൻ്റെ ശുശ്രൂഷയിൽ ബാക്കി കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ വരികയാണ്. അതാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവിടെ കയ്യാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. വചനത്തെ ഉറപ്പിച്ചു പോന്നു. It was to confirm the preached word that signs and wonders followed. കർത്താവ് തന്നെ അവിടുത്തെ ശുശ്രൂഷയിൽ അത്ഭുതം ചെയ്യുന്നതിനല്ല പ്രാധാന്യം കൊടുത്തത്, ഉപദേശത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് യോജിക്കാൻ കഴിയാത്ത പ്രസ്താവനകളൊക്കെ ആയിരിക്കും ഞാൻ പറയണത്. But all my statements are subject to be evaluated and questioned, and I am bound to give proper convincing explanations in the light of the word of God for what I have told. സ്തോത്രം. അത് കൂട്ടത്തിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സോ കർത്താവ് എപ്പോഴും വചനത്തിലാണ്. കർത്താവിൻ്റെ ശുശ്രൂഷ കാനായിലെ കല്യാണത്തിനാണ് ആദ്യമായി അടയാളങ്ങളുടെ ആരംഭമായി വെള്ളം വീഞ്ഞാക്കിയത്. അപ്പോഴേക്കും കർത്താവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. So the ശിഷ്യന്മാർ followed Jesus not because he was doing miracles and wonders, but because they were attracted by his teachings. ഉപദേശങ്ങൾ കേട്ടാണ് അവനെ അനുഗമിക്കാൻ തുടങ്ങിയത്.
അതുകൊണ്ട് അവന് ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാർ ആ ഉപദേശങ്ങൾ ഉറപ്പിക്കപ്പെടുന്ന അടയാളങ്ങൾ കണ്ടു. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. സ്തോത്രം. ഞാൻ കർത്താവിൻ്റെ മഹാകരുണ കൊണ്ട് 63 ഫെബ്രുവരി 3 വീണ്ടും ജനിച്ചത്. അന്ന് മുതൽ കർത്താവിനോട് സ്നേഹമുണ്ട്. 67 ജൂലൈ മാസത്തിൽ ആത്മസ്നാനം പ്രാപിച്ചു. 67 ഡിസംബറിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു. ആ സമയം മുതൽ എനിക്ക് ഒരു അവസരം കിട്ടിയാലും കർത്താവിനെ കുറിച്ച് പറയാതിരിക്കില്ലായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും പീപ്പിൾ യൂസ് ടു കോൾ മീ ഉപദേശി, ബിക്കോസ് ഐ യൂസ് ടു ഡു ദാറ്റ്. ടീച്ചേഴ്സ് പോലും എന്നെ അങ്ങനെയാണ് കണ്ടിരുന്നത്. എനിക്കതിൽ ഇപ്പം അഭിമാനമേ ഉള്ളൂ. അന്നൊക്കെ ചില ആളുകൾക്ക് അതിൽ നിന്നെ അങ്ങനെ വിളിക്കുന്നില്ലോടാ എന്ന് പറയും. ഐ ഡിഡ്ന്റ് കെയർ ഫോർ ദാറ്റ്. അന്നൊക്കെ ചിലപ്പോൾ ഇവരങ്ങനെ വിളിക്കുന്നില്ലോ എന്ന് ചിലപ്പോൾ ഇത് തോന്നിയിട്ടുണ്ടെങ്കിലും കർത്താവിന് സാക്ഷിയായി ഞാൻ പക്ഷേ പൂർണ്ണമായി കർത്താവിൻ്റെ വേലയ്ക്കായി ഞാൻ വേർതിരിക്കപ്പെട്ടത് 77-ലാണ്. ഈ 38 വർഷത്തെ എൻ്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ധാരാളം കാണാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. കേരളത്തിലും കേരളത്തിന് പുറത്തും. ദൈവസന്നിധിയിലാ പറയുന്നേ. എന്നാൽ ശ്രദ്ധിക്കണേ, ഒരടയാളമോ ഒരു വീര്യപ്രവൃത്തിയോ ചെയ്ത് പ്രസംഗിക്കപ്പെടുന്ന വചനത്തെ ഉറപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദമായാൽ, വചനത്തെ സബോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ അടയാളങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്ത് ആ അടയാളങ്ങൾക്ക് വിധേയപ്പെട്ടവരെ പരേഡ് ചെയ്ത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന ടെൻഡൻസി ഈസ് unbiblical and it's something to be discouraged, not discouraged, outright opposed. Discouraged എന്ന് പറയുമ്പോൾ ലൈറ്റർ ആയിപ്പോയി അല്ലേ? It has to be outright opposed. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, വചനമാണ് അടിസ്ഥാനവും ആധാരവുമായിരിക്കേണ്ടത്. സ്തോത്രം. അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ മറക്കരുത്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ട് നിന്നത്. സ്തോത്രം. അതാണ് തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യഹോവയുടെ ദിവസത്തിനായി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യഹോവയുടെ ദിവസം കൊണ്ട് എന്ത് പ്രയോജനം? നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നില്ലെങ്കിൽ നമ്മൾ വരവിൻ്റെ അടയാളങ്ങൾ പറഞ്ഞതുകൊണ്ടോ വരവിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തിരുവചനത്തിൽ നിന്നും കൂലങ്കഷമായി ചിന്തിച്ചത് കൊണ്ടോ വേഴ്സസ് എല്ലാം നിരത്തി വെച്ചത് കൊണ്ടോ നമുക്ക് പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ഉത്സാഹിച്ചിരുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, എങ്കിലും ഇന്ന് അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ചെറിയ ഭാഗം ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകളെ കൃത്യസമയത്ത് ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ, ആ അടയാളങ്ങൾ പ്രധാനമായിട്ടും 4 തിരിച്ച് നമ്മൾ പഠിക്കാറുണ്ടല്ലോ. 1 യഹൂദ്യ ലക്ഷണം, 2 ജാതീയ ലക്ഷണം, 3 ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ലക്ഷണങ്ങൾ, 4 മാർഗീയ അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ നടക്കുന്ന ലക്ഷണങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഈ സഭയ്ക്കുള്ളിൽ നടക്കുന്ന ലക്ഷണങ്ങൾ നമ്മൾ പ്രത്യേകം ഒന്ന് കരുതേണ്ടതാണ്. സഭയ്ക്കുള്ളിൽ നടക്കുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് കാണേണ്ടതും കർത്താവിൻ്റെ വരവ് വളരെ അടുക്കിയായിരിക്കും എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുവാനും ഇടയാകുന്നത്. നമ്മൾ വിചാരിക്കരുത് കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പ് കർത്താവ് വലിയൊരു ഉണർവായിരിക്കുമെന്ന്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയും. കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പ് വലിയൊരു യൂണിവേഴ്സൽ റിവൈവൽ ഉണ്ടാകും എന്ന ഒരു ആശയം കുറച്ച് നാളായി നമ്മുടെ ഇടയിലുണ്ട്. അതിന് നമ്മൾ മുൻമഴ പിന്മഴ എന്ന് പറയുന്ന ഒരു വാക്യമൊക്കെ എടുത്ത് അതിന് വളരെ അതിന് ഇസ്രായേലിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ആ മഴ ഉണ്ടായിരുന്നു, ഈ മഴ ഇതൊക്കെ പറയാറുണ്ട്. അത് വിശദമായി പറയാൻ എനിക്കിപ്പോൾ സമയമില്ല. പക്ഷെ ബൈബിൾ ഡസ് നോട്ട് കൺകർ ദാറ്റ് സ്റ്റാൻഡ്. കർത്താവിൻ്റെ വചനത്തിൽ കർത്താവിൻ്റെ വരവിന് മുമ്പ് ഉണർവല്ല, വിശ്വാസത്യാഗമാണ് സംഭവിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ലൂക്ക് 18:8, 18:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവന് ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവിന്റെ വരവിന് തൊട്ടു മുമ്പ് വിശ്വാസത്യാഗമാണ് സംഭവിക്കുന്നത്.
ഇന്ന് നമ്മളുടെ സഭകളിൽ ഈ വിശ്വാസം എന്ന് പറയും, നമ്മുടെ മിക്കവാറും മനസ്സിലെ ആശയം വിശ്വാസം എന്ന് പറയുന്നത് വസ്തുതകളെ മനസ്സിൽ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് വിശ്വാസം ഒരു വസ്തുതയിലല്ല, വിശ്വാസം ഒരു വ്യക്തിയിലാണെന്നാണ്. സ്തോത്രം. നമ്മൾ ഒരു കാര്യം ഒരു നിലയിൽ നടക്കുമെന്നല്ല വിശ്വസിക്കുന്നത്, പിന്നെ നമ്മളുടെ വിശ്വാസം ദൈവം എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കണം. എനിക്കറിയാം, ഇത് പറയുമ്പോൾ തന്നെ എബ്രായർ 11:1 നിങ്ങളെല്ലാം മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. എബ്രായർ 11:1 ഒരിക്കലും കോണ്ടെക്സ്റ്റിൽ നിന്ന് പറിച്ചെടുക്കരുത്. ഒരു വാക്യവും ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റാൻ പാടില്ല. ആ കോണ്ടെക്സ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അധ്യായവും വാക്യവുമായി തിരിച്ചത് പിൽക്കാലത്താണ്. 10-ാം അധ്യായത്തിന്റെ 32 മുതൽ നിങ്ങൾ വീട്ടിൽ വായിക്കണം. എനിക്ക് അതിനെക്കുറിച്ചും പറയാനല്ല ഞാൻ താല്പര്യപ്പെടുന്ന, സൂചന മാത്രം പറയുക. നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയെ ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർ കൂട്ടാളികളായി തീർന്ന് ഇതിന്റെ കഷ്ടങ്ങളാൽ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ ഉത്തമ സമ്പത്തുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചു. സ്തോത്രം. ഈ സമ്പത്തുക്കളുടെ അപഹാരമൊക്കെ സന്തോഷത്തോടെ സഹിക്കുമ്പോൾ സ്വർഗത്തിൽ ഉത്തമ സമ്പത്തുണ്ട് എന്നുള്ള ബോധ്യമാണ്, ആ കാണാത്ത കാര്യത്തെക്കുറിച്ചുള്ള നിശ്ചയമാണ്, സ്തോത്രം, ആ അപഹാരം സന്തോഷത്തോടെ സഹിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്. സ്തോത്രം. നോക്കണേ, അത് വാഗ്ദത്തം ചെയ്ത ദൈവത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്. സ്തോത്രം. ഒരു 2-2.5 മണിക്കൂർ എടുത്താൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, എന്താണെന്നും കൂടെ വ്യക്തമാക്കാം. അതിന് ഞാൻ ഇപ്പോൾ സമയം എടുക്കുന്നില്ല. സ്തോത്രം. ഞാൻ എൻ്റെ ബൈബിൾ ക്ലാസ്സുകൾ ഇന്റർനെറ്റിലുണ്ട്, നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് വാട്ട് ഈസ് ഫെയ്ത്ത് എന്നുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നോട്ട് ഓൺലി ദാറ്റ്, ഞാൻ 1-2 പേരോട് എൻ്റെ വാക്കും പറഞ്ഞു. ഗുഡ് ന്യൂസിൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസം എന്നതോ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അതിനുശേഷം ബിക്കോസ് ലൈറ്റ് ഓഫ് ലൈഫ് ആസ്ക്ഡ് മീ ടു റൈറ്റ് ഇറ്റ് അപ്പ്, പുട്ട് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. അത് ഞാൻ ലൈറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ബോംബെയിൽ നിറങ്ങുന്ന ആ മാഗസിനിൽ നൗ ഫെയ്ത്ത് ഈസ് എന്ന തലക്കെട്ടിൽ അത് ഞാൻ ഇംഗ്ലീഷിൽ ഒരു ലേഖനമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇന്റർനെറ്റിൽ നടിച്ച നദി കഴിഞ്ഞതിന് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമാണ്. തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വിശ്വാസം വ്യക്തിയിലായിരിക്കണം, വസ്തുതയിലല്ല. പോസിറ്റീവ് തിങ്കിങ് വിശ്വാസമല്ല. സ്തോത്രം. അവിടെയും ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് വലിയൊരു ഉണർവുണ്ടാകും എന്ന് കാത്തിരുന്ന് ലൗകികതയിൽ മുങ്ങിപ്പോകരുത്. സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഇച്ചിരി ഒരു ദൈവവചന സത്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്ന എൻ്റെ ഒരു കൂട്ടസഹോദരനെ ഇച്ചിരി സ്നേഹം കൊണ്ട് ഞാൻ ഗൗരവമായി ശാസിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഒന്ന് നിർത്തേണ്ട ബ്രദറെ, ഏതായാലും വലിയൊരു ഉണർവുണ്ടാകും, അന്ന് ഞാൻ ശരിയായിക്കോളാമെന്ന് ആ സഹോദരൻ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. ആശയമാരുടെ മനസ്സിൽ വരരുത്. സ്തോത്രം. പൗലോസ്ലീഹ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, സ്തോത്രം, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അന്ത്യകാലത്ത് അത് പല സമയങ്ങളാണ്. അതിൽ ദുർഘട സമയമുണ്ട്. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രകളും വമ്പുറയുന്നവരും ദൂഷകന്മാരും അമ്മയപ്പന്മാർ രസിക്കാത്തവരും അജിതേന്ദ്രന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും പിന്നെ എന്നു വേണ്ട സകലവിധ ഭക്തിയുടെ വേഷം ധരിച്ച് പിന്നെ അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. ദുർഘട സമയമാണ് വരുന്നത്. അതുകൊണ്ട് വലിയ ഉണർവുണ്ടാകുമെന്നും അന്ന് ഞങ്ങൾ ഒരുങ്ങിക്കൊള്ളാമെന്നും ആരും കാത്തിരിക്കരുത്. കർത്താവിന്റെ ഒരു ഏതു സമയവും സംഭവിക്കാം. സ്തോത്രം. എന്നാൽ സ്തോത്രം, യഹൂദ്യ ലക്ഷണങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കിത് കാണാൻ കഴിയുന്നു. കാലപരി അന്ത്യത്തിൽ വന്നിരിക്കുകയാണ്. സ്തോത്രം. ഏത് ദിവസവും ഏത് സമയവും കാഹളധ്വനിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കാൻ ആവശ്യമുണ്ട്. സ്തോത്രം. അതുപോലെ ചില ആളുകൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് ഇവാഞ്ചലൈസേഷനിൽ കൂടുതൽ ഉത്സാഹിക്കുന്ന, ഞാൻ ഇവാഞ്ചലൈസേഷന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്, ഞാൻ സുവിശേഷീകരണത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ച് ഐ വാസ് ഓൺ ദ ഫീൽഡ് എവരി ഹോം ക്രൂസൈഡ്. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ വേല എൻ്റെ മനസ്സിൻ്റെ ഒരു സ്വപ്നമായി ഇങ്ങനെ ഇരിക്കുമ്പോൾ, ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു, വിടാതെ വീടുതോറും സുവിശേഷം അറിയിച്ചെന്ന്. വിടാതെ, നിങ്ങൾ വായിച്ചു നോക്കാം, വിതൗട്ട് ലീവിങ് ഔട്ട് എനി ഹൗസ് ദേ വെന്റ് ഫ്രം ഹൗസ് ടു ഹൗസ്. വിടാതെ വീടുതോറും സുവിശേഷം അറിയിച്ചു എന്ന് കണ്ടപ്പോൾ, ദാറ്റ് ഈസ് എ വണ്ടർഫുൾ ഐഡിയ. കൊള്ളാം. വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ
അത് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ആ ആശയം എൻ്റെ മനസ്സിൽ ഞാൻ താലോലിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് എവരി ഹോം ക്രൂസൈഡ്, എനിക്ക് ആ സംഘടനയെ കുറിച്ച് അറിയാമായിരുന്നെങ്കിലും അവര് വൈ ഡോണ്ട് യു ജോയിൻ അസ് എന്ന് എനിക്കൊരു ഓപ്പണിംഗ് തരികയും ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്ത് എവരി ഹോം ക്രൂസൈഡ്, സ്തോത്രം, ഇന്ത്യയിൽ 2 പ്രാവശ്യം വീട് വീടായി കയറിയിറങ്ങി. ഇന്ത്യയിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കണക്കിലുള്ള എല്ലാ വില്ലേജസിൽ നിന്നും എവരി ഹോം ക്രൂസൈഡിന്റെ ഇന്ത്യയിലുള്ള 14 ഓഫീസുകളിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഒരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, സ്തോത്രം. ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ നിന്നും എല്ലാ വില്ലേജിൽ നിന്നും റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഞങ്ങളുടെ ആളുകൾ ആ വില്ലേജിൽ എത്തിയിട്ടുണ്ട്, സുവിശേഷവുമായി എത്തിയിട്ടുണ്ട്. ആർക്കും പറയാൻ ഒക്കുകയില്ല ഞാൻ കേട്ടില്ലായിരുന്നു പറയാൻ ഒക്കുകയില്ല. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, സ്തോത്രം. ആ ഒരു ദൗത്യം കൂടി, സ്തോത്രം, പൂർത്തീകരിക്കപ്പെട്ട ഒരു സന്തോഷത്തോടുകൂടിയാണ് ഞാൻ എവരി ഹോം ക്രൂസൈഡിൽ നിന്നും, സ്തോത്രം, കൂടുതൽ സ്വതന്ത്രമായി കർത്താവിനിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ വേർതിരിക്കപ്പെടുവാനിടയായത്, സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇനി ചില ആളുകൾ ചിന്തിക്കുന്നത് ഭൂമിയിലുള്ള എല്ലാവരും സുവിശേഷം കേട്ട് കഴിഞ്ഞേ കർത്താവ് വരികയുള്ളൂ എന്നാണ്. ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒക്കുകയില്ല കർത്താവിന് വരാൻ. ബിക്കോസ് എ ന്യൂയർ ജനറേഷൻ ഈസ് ഓൾവേസ് കമ്മിങ് ഓൺ. ഒരു പുതിയ തലമുറ എന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ തലമുറയിൽ കർത്താവിന്റെ സാക്ഷികളായി നിൽക്കുന്ന കാര്യത്തിൽ വളരെ ആക്റ്റീവായിരിക്കണം. ഒരിക്കലും അതിനകത്തൊരു ലാക്സിറ്റി ഉണ്ടാകാൻ പാടില്ല. വി ഹാവ് ടു ബി ആക്റ്റീവ്ലി ഓൺ ദ ഫ്രണ്ട്. പക്ഷേ, സ്തോത്രം, അവസാനത്തെ വ്യക്തിയെയും സുവിശേഷം അറിയിച്ച അവനും ബോധ്യം വന്നു കഴിഞ്ഞിട്ട് കർത്താവ് വരുവുള്ളൂ എന്ന ചിന്തയിൽ നമ്മൾ ആരും ആകരുത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, രാജ്യത്തിന്റെ ഈ സുവിശേഷം സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. 3 കാര്യങ്ങളുടെ ഉത്തരം അവിടെ പറയുന്നത്. മത്തായി 24, അത് എപ്പോൾ സംഭവിക്കും? 2, നിന്റെ വരവിനും. 3, ലോകാവസാനത്തിന്റെ അടയാളം എന്ത്? ആ ലോകാവസാനത്തിന്റെ അടയാളമായിട്ടാണ് രാജ്യത്തിന്റെ സുവിശേഷം. നമ്മൾ ഇന്ന് പറയുന്നത് കൃപയുടെ സുവിശേഷം. അതിന്റെയൊക്കെ ക്ലാസിഫിക്കേഷനിലോട്ടൊന്നും ഞാൻ പോണില്ല ഇപ്പോൾ, സ്തോത്രം. അതുകൊണ്ട് നിങ്ങളാരും വിചാരിക്കരുത് ഇനിയുണ്ട്, ഒറീസയിലുണ്ട്. അവിടെ നമ്മുടെ പാസ്റ്റർ ബാബു ആൻഡ് സിസ്റ്റർ മേഴ്സി, they are here. I am glad to see them here after so many years. Well, they are all ഒറീസയിലുണ്ട്. ഒറീസയിലല്ല, ഒറീസ is more evangelist, I think so. സ്തോത്രം. എല്ലായിടത്തും ഉണ്ട്. ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ഇന്ത്യയിൽ തന്നെ എടുത്താൽ എത്രയോ പ്രദേശങ്ങൾ ഇനിയും സുവിശേഷം കേൾക്കാനുണ്ട്. അത് നമ്മൾ ചിന്തിക്കും, ശരിയാണ്, സുവിശേഷം കേൾക്കുക. ഇനി സുവിശേഷം കേൾക്കുക എന്ന് പറയുന്നത് കൺവിൻസ്ഡ് ആക്കുന്നത് വരെ അവനോട് സുവിശേഷം പറഞ്ഞ് നമുക്ക് പറയാനൊക്കെയല്ല. ഞാൻ സാധാരണ സുവിശേഷം പറയുമ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ, മനസ്സിലായോ എന്ന് ചോദിക്കും. ബിക്കോസ് ഇറ്റ്സ് മാൻഡേറ്ററി ടു make things clear to them and make them convinced of it. അതാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്, സ്തോത്രം. ബോധ്യപ്പെടുത്തി കൊടുക്കുക, സ്തോത്രം. അത് ഒരു പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യമല്ല. കർത്താവിനെ അറിയാം എല്ലാവരെയും, സ്തോത്രം. അങ്ങോട്ടേക്ക് പോയാൽ നേരം പിന്നെയും പോവും, സ്തോത്രം. ഞാൻ പറയാൻ ആഗ്രഹിക്കും, അതുകൊണ്ട് ഇനിയും സുവിശേഷം അറിയാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴെങ്ങും കർത്താവ് വരത്തില്ല എന്ന ആശയം ഒത്തിരി പേരുടെ മനസ്സിലുണ്ട്. നോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, സ്തോത്രം. ഹല്ലേലൂയ. കാരണം നമ്മുടെ സഭയിൽ സുവിശേഷം കൺവിൻസ്ഡ് ആകാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾ കിടക്കുന്നു. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ. എൻ്റെ ഉദ്ദേശം ഞങ്ങളെ കുറച്ചൊന്നും ഇല്ല. സത്യത്തിന് നേരെ ഞാനൊന്ന് നിങ്ങളെ ഒന്ന് നോക്കാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, സ്തോത്രം. അവരെ കൺവിൻസ്ഡ് ആക്കണം, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ ഉത്സാഹിക്കണം. അത് എന്തുകൊണ്ടായിരിക്കും? പക്ഷെ ദൈവത്തിന് എല്ലാവരെയും അറിയാം. അതുകൊണ്ട് അത് കഴിഞ്ഞ് കർത്താവ് വരുള്ളൂ എന്നതിലേക്ക് പോയി നമ്മൾ ഒരുങ്ങാതെ ഇരിക്കരുത്, സ്തോത്രം. അതുകൊണ്ട് അടയാളങ്ങൾ നോക്കിയാൽ യഹൂദന്മാരിൽ നടക്കുന്ന അടയാളങ്ങൾ ഏറ്റവും ഒരു ഭാഗത്തൊന്ന് നിർത്തി, സ്തോത്രം, ഇച്ചിരി വാക്കുകളോട് പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ?
ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. സ്തോത്രം. ഒത്തിരി മണിക്കൂറിൽ പറയാനുണ്ട്. Pastor has graciously extended the time for the Bible study for me. Thank you for that. പക്ഷെ ഞാൻ ആ കൃത്യസമയത്ത് ഞാൻ നിർത്താം. സ്തോത്രം. ഈ വാക്യത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. ദൈവം മനുഷ്യന്റെ കൈപ്പണിയായ ഇതിൽ വസിക്കുന്നില്ല, അവന്റെ കൈപ്പണിയിലേ വസിക്കുകയുള്ളൂ. നമ്മൾ അവന്റെ കൈപ്പണിയാണ്. നമ്മളിൽ അവിടുന്ന് വസിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ സഭയെ മന്ദിരം എന്ന സാദൃശ്യം ഉപയോഗിച്ച് തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അനേക സാദൃശ്യങ്ങൾ. അതിൽ ഒരു പ്രധാന സാദൃശ്യമാണ് കർത്താവിന്റെ രക്തത്തെ സംബന്ധിച്ച ആട്ടിൻകൂട്ടം, ദൈവത്തിന്റെ തോട്ടം, ദൈവത്തിന്റെ ഭവനം, ഇതെല്ലാം ഉണ്ടെങ്കിലും സ്തോത്രം, കർത്താവ് താൻ തന്നെ ഉപയോഗിച്ച സാദൃശ്യം മന്ദിരം എന്ന സാദൃശ്യമാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കർത്താവ് തൻ്റെ സഭയെ പേരെടുത്ത് പറഞ്ഞ 2 പരാമർശങ്ങളുണ്ട്. ഒന്ന് മത്തായി 16-ലും 2 മത്തായി 18-ലുമാണ് നമുക്ക് കാണുന്നത്. അത് രണ്ടും വളരെ പ്രധാനമാണ്. ഒന്നാമത്തത്, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുന്നിടത്ത് ആഗോള വ്യാപകമായ ദൈവസഭയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത് പറയുമ്പോൾ സഹോദരത്തിനോട് പിഴച്ചാൽ പിന്നെ സഭയെ അറിയിക്കുക, ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് സഭയെ അറിയിക്കുക എന്ന് പറയുന്നിടത്ത് ലോക്കൽ ചർച്ച. അപ്പോൾ ആഗോള വ്യാപകമായ ദൈവസഭയും ലോക്കൽ ചർച്ചും കർത്താവ് പേരെടുത്ത് പരാമർശിച്ചു. സ്തോത്രം. അപ്പോൾ ലോക്കൽ ചർച്ച് പ്രധാനമാണ്. ലോക്കൽ ചർച്ചിന്റെ ഇമ്പോർട്ടൻസ് കുറയ്ക്കരുത്. സ്തോത്രം. അതിലേക്ക് ഞാൻ പോണില്ല. അപ്പോൾ മന്ദിരം എന്ന ആശയമാണ് കർത്താവ് എവിടെയും പറഞ്ഞത്. അപ്പോൾ മന്ദിരം എന്ന ആശയം പറയുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരെല്ലാവരും യഹൂദന്മാരായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെട്ടു വന്നവരെല്ലാവരും യഹൂദ പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു. അതുകൊണ്ട് മന്ദിരം എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ മനസ്സിൽ വരുന്നത് യെരൂശലേമിലെ മന്ദിരമാണ്. നമ്മൾ തിരുവെഴുത്തിൽ പരിശോധിച്ചാൽ പഴയ നിയമ ഇസ്രായേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നമുക്ക് ദൃഷ്ടാന്തത്തിന് എഴുതിയിരിക്കുന്നു. ആ മന്ദിരത്തെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ പുതിയ നിയമസഭയാകുന്ന മന്ദിരത്തെക്കുറിച്ചും അതെല്ലാം നല്ലതായി പ്രിസൈസ് ആയിട്ട് കറസ്പോണ്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. നമുക്കറിയാം, ഒന്നാമത് പഴയ നിയമ മന്ദിരം ഇസഹാക്കിന്റെ യാഗവേദിയിൽ അടിസ്ഥാനപ്പെട്ടാണ് പണിയപ്പെട്ടത്. സ്തോത്രം. നമുക്കറിയാമല്ലോ. അതാണ് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾ വീട്ടിൽ വായിച്ചാൽ അവിടെ കാണാൻ കഴിയും. അതായത് മോറിയ ദേശത്ത് ദാവീദിന്റെ ദൈവപ്രത്യക്ഷത ഉണ്ടായിടത്ത് ദാവീദ് വട്ടം കൂട്ടിരുന്ന സ്ഥലത്ത് ശലോമോൻ ആലയം പണിയാൻ തുടങ്ങി. അപ്പോൾ ഇസ്ഹാക്കിന്റെ യാഗവേദിയിൽ അടിസ്ഥാനപ്പെട്ടാണ് പഴയ നിയമ മന്ദിരം പണിതത്. പുതിയ നിയമസഭയാ മന്ദിരം പണിയപ്പെടുന്നത് യേശു ക്രിസ്തുവിന്റെ യാഗവേദിയിൽ അടിസ്ഥാനപ്പെട്ടാണ്. സ്തോത്രം. നമ്മൾ ഓരോരുത്തരും മന്ദിരമായി പണിയപ്പെടുന്നതിന്റെ അടിസ്ഥാനം നമ്മെ തന്നെ ദൈവത്തിന് വഴിപാടും യാഗവും അർപ്പിക്കുന്ന യാഗാർപ്പണത്തിന് അടിസ്ഥാനപ്പെട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ക്രിസ്ത്യ ജീവിതത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാനസാന്തരമാണ്. ക്രിസ്ത്യ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് മാനസാന്തരമാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതിന്റെ മൂലഭാഷ മെറ്റനോയ്യ, അറിയാമല്ലോ. ഇംഗ്ലീഷിലൊക്കെ വാക്കൊക്കെ വളരെ പൂറാണ്. മലയാളം പിന്നെ കുറെ കൂടെ മെച്ചമായിട്ടുണ്ട്. മെറ്റനോയ്യ അറിഞ്ഞ ശേഷമുള്ള തിരിവെന്നാണ്. അതാണ് മാനസാന്തരം. നമ്മൾ സാധാരണ മാനസാന്തരം എന്ന് പറയുമ്പോൾ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് തിരിയുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അവന് വഴിപഴിച്ചതാണെന്ന്, അയ്യോ അവൻ മാനസാന്തരപ്പെട്ടു, ഇപ്പൊ കൂട്ടായ്മയൊക്കെ വരുന്നുണ്ട്, ആള് ശരിയായി, അവനിപ്പോ കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നുണ്ട്, ആള് ഈസ് ഓക്കെ, അവൻ മാനസാന്തരപ്പെട്ടെന്ന് പറയും. പക്ഷേ അത് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് തിരിയുന്നതിൽ ഒതുങ്ങുന്നതല്ല വേദപുസ്തകം പറയുന്ന മാനസാന്തരം. വേദപുസ്തകം പറയുന്ന മാനസാന്തരം സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ്. പ്രവർത്തന പുസ്തകം 20-ാം അധ്യായം 21-ാം വാക്യം, പ്രവർത്തന പുസ്തകം 26-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങിയ വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം എന്ന ആശയം പ്രത്യേകം കാണാൻ കഴിയും. സ്തോത്രം. ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക്. ഒന്നുകൂടി വ്യക്തമാക്കാം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പ്രയോഗമുണ്ട്, എനിക്കു വേണ്ടി ദൈവം,
എനിക്ക് വേണ്ടി ദൈവം. ഓ, അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം. ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്ക് വേണ്ടി ദൈവം എന്ന് പറയുമ്പോൾ ഹു ഹാസ് ദി അപ്പർ ഹാൻഡ്? ഹു ഈസ് മോർ പ്രോമിനന്റ്, മിസെൽഫ് ഓർ ഗാഡ്? എനിക്ക് വേണ്ടി ദൈവം ഞാനാ. Put it the other way around. ദൈവത്തിന് വേണ്ടി ഞാൻ. അതാ മാനസാന്തരം. of our life is not us but the Lord himself. സ്തോത്രം. എന്നും രാവിലെ അടിയൻ അങ്ങയ്ക്ക് വേണ്ടി എന്തു വേണം കർത്താവേ? Hallelujah. What would you have me, Lord, do for you this day? You have graciously added this beautiful day to my life. It's a gift from you. How would you expect me to use this gift for your glory today? അങ്ങനെ തന്ന ഈ ദാനം, ഇത് അങ്ങയുടെ മഹത്വത്തിന് ഞാൻ എങ്ങനെ ഇന്ന് ഉപയോഗിക്കണമെന്ന് എന്നെ ഗൈഡ് ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. ദേശം പറഞ്ഞില്ല. എന്നാ പോക്ക, അതാ വിശ്വാസത്തിന്റെ ചുവട്. He trusted the person who called him out. ഒരു മാപ്പ് കൊടുത്തില്ല, എന്നങ്ങ് ചെല്ലുമെന്ന് പറഞ്ഞില്ല. വഴിയിൽ എന്തൊക്കെ ഉണ്ടാകും, ഏതൊക്കെ അടയാളങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ല. I'll show you. Walk up. Go ahead. അതാ കർത്താവ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. I am with you. അത് മതിയല്ലോ. സ്തോത്രം. അതുകൊണ്ട് ഓരോ ദിവസവും അബ്രഹാമിന് എന്ത് ചെയ്യണം? ഏത് വഴിയാ കർത്താവേ? എങ്ങോട്ടാ കർത്താവേ? സ്തോത്രം. ഇതുപോലെ വേണം നമ്മൾ ഓരോ ദിവസവും നടത്തുക. ഓരോ ദിവസവും സ്തോത്രം. നമ്മളെ അവന് വഴിപാട് യാഗവുമായി കൊടുത്തതാണ്. ഇനി എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട. അതാണ് ഗലാത്യർ 2:20 നമ്മൾ വായിക്കുന്നു. സ്തോത്രം. ഇനി ജീവിക്കുന്നത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഞാൻ ഇപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. അവനെ വിശ്വസിച്ച്, അവനെ ആശ്രയിച്ച്, അവന്റെ വാക്ക് കേട്ട്, അവനെ അനുഗമിച്ച് അവന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. ജോലി ചെയ്യുമ്പോൾ may your name be glorified in my work, Lord. സ്തോത്രം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ should see a speciality in us. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവിനായി ജീവിക്കുന്ന ഈ ജീവിതം, സ്തോത്രം, അങ്ങനെ ജീവിക്കുന്ന ആ ജീവിതത്തിൽ സ്തോത്രം എന്നെ പറയുന്നേ ആകുലതകളില്ല, ആശങ്കകളില്ല. തലയിലെ ഒരു മുടി പോലും എന്റെ കർത്താവ് അറിയാ താഴോട്ട് വീടില്ല. സ്തോത്രം. അവരെ വഴിവിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണം. Retrospection every evening. Was he walking in his steps all through the day? That's past. Introspection always. അകത്തോട്ട് നോക്കണം. How am I? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അങ്ങനെ ജീവിക്കണം. നമ്മൾ അവന്റെ മന്ദിരമാണ്. ശ്രദ്ധിച്ചേ, ഇന്ന് ഈ ഭൂമിയിൽ അവന്റെ മന്ദിരമായിരിക്കുന്നത് ദൈവസഭയാ. സ്തോത്രം. എന്നാൽ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ എന്ന് പറഞ്ഞോട്ടെ, നമുക്കറിയാം അവർക്കിന്ന് മന്ദിരമില്ല. 45 അവിടെ രാജ്യം സ്ഥാപിച്ചെങ്കിലും ഇന്ന് വരെ അവിടെ മന്ദിരം പണിയാൻ അവർക്ക് ഒത്തിട്ടില്ല. 48 വരെ ആ 3 വർഷം ഭയങ്കരമായിട്ട് ഇന്റർനാഷണൽ ലെവൽ നെഗോഷിയേഷൻസ് നടക്കേണ്ടി വന്നു. നമുക്കറിയാം ബാൽഫർ ഡിക്ലറേഷൻ, അതിൻ്റെ ഒന്നും ചരിത്ര പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ബാൽഫർ ഡിക്ലറേഷന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവിടെ രാജ്യം സ്ഥാപിച്ചു. രാജ്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് മുസ്ലിം കമ്മ്യൂണിറ്റിയോട്, അറബ് നേഷൻസിനോട് ഒരു കാര്യം എഗ്രി ചെയ്യേണ്ടി വന്നു.
that they won't demolish the mosque constructed on the side of the Jerusalem temple. I mean Jerusalem house of the Lord. അങ്ങനെ പറയാല്ലേ? We won't demolish that and construct our house of the Lord, our worship place there. അവിടെ ആ സ്ഥലത്താണ് അബ്രഹാം തന്റെ മകൻ ഇസഹാക്കിനെ യാഗം കഴിച്ച ആ സ്ഥലത്താണ് ഓമർ എന്ന് പേരുണ്ടായിരുന്ന മുസ്ലിം നേതാവ് പിൽക്കാലത്ത് വന്ന് പടുന്നു. അത് ഞങ്ങൾ ഇടിച്ചു കളയില്ല. രണ്ടാമതൊരു കാര്യം കൂടെ സമ്മതിക്കേണ്ടി വന്നു, ജെറുസലേം ഞങ്ങളുടെ തലസ്ഥാനമാക്കുകയില്ല. സ്തോത്രം. ഈ രണ്ട് കാര്യം അവർ സമ്മതിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഡേവിഡ് ബെൻ ഗൂറിയോന്റെ നേതൃത്വത്തിൽ ടെൽ അവീവ് തലസ്ഥാനമാക്കി ടെൽ അവീവിലെ മ്യൂസിയം ഹാളിൽ വെച്ചാണ് ഇസ്രായേൽ രാഷ്ട്രം 48 മെയ് 14 പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്നും ജെറുസലേം തലസ്ഥാനമാക്കാൻ ഒത്തിട്ടില്ല, ദൈവാലയം പണിയാൻ ഒത്തിട്ടില്ല. അതിന്റെ അർത്ഥം അവരുടെ യഥാസ്ഥാപനം രാഷ്ട്രീയമായും ആത്മീയമായും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല, നടന്നിട്ടില്ല. സ്തോത്രം. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് ആത്മീയകാര്യമാണല്ലോ പ്രധാനം. എല്ലാ ശബത്തിലും ഇവർ ചെന്ന്, യാഥാസ്ഥിതികരായ ഇസ്രായേലിയർ ചെന്ന് യെരൂശലേമിലെ പഴയ മതിലിന്റെ ഒരു ഭാഗം ഇടിയാതെ ശേഷിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് അവർ തലമുട്ടിച്ച് അവർ പ്രാർത്ഥിക്കുന്നത്, മശിഹായെ വരണമേ, ഞങ്ങൾക്ക് യാഗമില്ല, പാപപരിഹാര ബലിയില്ല, ഞങ്ങൾക്ക് ആരാധനയില്ല. വെറുതെ വിളിക്കുക. Most of you would have visited that place. Holy land എന്നും മറ്റും പറയും. Land is not holy, people are holy. കർത്താവിന് that is historical importance, that's all. Well, അത് വേറെ വിഷയം. സ്തോത്രം. ശ്രദ്ധിക്കണേ, you possibly would have seen the place yourself. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ ഇന്നും ശബത്ത് തോറും തലമുട്ടിച്ച് പ്രാർത്ഥിക്കുക, മശിഹായെ വരണേന്ന്. ദൈവം പ്രാർത്ഥന കേൾക്കാത്തവരിയ്ക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? ശ്രദ്ധിക്കണേ. സ്തോത്രം. നമ്മളിവിടെ ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ലേറ്റ് 90s തുടങ്ങിയ ഒരു സ്റ്റഡി, അത് ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തു, പക്ഷെ അതെല്ലാം ഇന്റർനാഷണൽ ലെവലിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ആർത്തർ കോസ്മാൻ എന്ന ഗവേഷകന്റെ നേതൃത്വത്തിൽ ഈ ദൈവാലയം നിൽക്കുന്ന ഭാഗത്ത് സീസ്മോളജിക്കൽ സർവേ നടത്തിയപ്പോൾ ഇപ്പോൾ മോസ്ക് ഇരിക്കുന്നിടത്തു നിന്ന് 322 അടി വടക്കോട്ട് മാറി 40 ടൺ വരെ തൂക്കം വരാവുന്നതും സമചതുരാകൃതിയിലുള്ളതുമായ വലിയ കല്ലുകൾ നിരനിരയായി അടിയിൽ കിടപ്പുണ്ട്. അത് കണ്ടുപിടിച്ചു. അതിനെക്കുറിച്ച് അവർ പ്രസിദ്ധപ്പെടുത്തി. പക്ഷെ അന്നേരം മുതൽ പ്രശ്നം തുടങ്ങി, ഭയങ്കര പ്രശ്നങ്ങൾ. ശ്രദ്ധിക്കണേ, അതിന്റെ അർത്ഥം പണ്ട് ദൈവാലയം വരുന്ന അതേ സ്ഥലത്ത് അല്ല അവർ കണക്ക് കൂട്ടിയ പകിച്ചിട്ട് തെറ്റിപ്പോയി. 322 തെക്കോട്ട് മാറി അവര് മോസ്ക് പണിതേക്കുന്നത്. 322 അടി വടക്കോട്ട് മാറി അടിസ്ഥാന കല്ലുകൾ അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം വായിച്ചാൽ അതിന്റെ ആദ്യ വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. സഭ ചേർക്കപ്പെട്ട് കഴിഞ്ഞ് ഇവിടെ പീഡനകാലത്തിൽ ദൈവാലയം പണിതിനെ കുറിച്ച് അവിടെ പരിശുദ്ധാത്മാവ് യോഹന്നാൻ അപ്പോസ്തലനിലൂടെ വെളിപ്പെടുത്തിയത് Revelations chapter 11 verse 1 onwards നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ കഴിയും. പിന്നെ ദണ്ണുപോലെ ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി, എന്നോട് കൽപ്പന ലഭിച്ചു, നീ എഴുന്നേറ്റ് നീ ആലയത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്ക്, എന്നാൽ ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, ഞാനത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ 42 മാസം അവര് ആ പ്രാകാരം ചവിട്ടും. ശ്രദ്ധിക്കണേ. സ്തോത്രം. ആ ഭാഗത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും, പ്രാകാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരാലയമാണ് ഇവിടെ പീഡനകാലത്ത് പണിയപ്പെടാൻ പോകുന്നത്. ആ ആലയത്തിന്റെ ആയുസ് 42 മാസം. 42 മാസം എന്ന് പറഞ്ഞാൽ 1260 ദിവസം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. 12 3 36, 12 6 36 6 42. ദാറ്റ് മീൻസ് 3.5 years. സ്തോത്രം. 3.5 വർഷം ആ ആലയം അവിടെ നിൽക്കും. പക്ഷെ അതിന് പ്രാകാരം ഉണ്ടായിരിക്കില്ല. കാര്യം പ്രാകാരത്തിൽ ജാതികൾ. ശ്രദ്ധിച്ചേ, ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന രീതി അനുസരിച്ച് 322 അടി വടക്കോട്ട് മാറി അടിസ്ഥാനക്കല്ലുകൾ കണ്ടിരിക്കുന്നതിന്മേൽ ആ അടിസ്ഥാനത്തിൽ വരെ ഒരു ആലയം പണിതാൽ പ്രാകാരം ഉണ്ടായിരിക്കില്ല. സ്തോത്രം. പ്രാകാരം ഉണ്ടായിരിക്കുക. അതിനും വേറെ കാരണമുണ്ട്. പ്രാകാരമില്ലാതെ അത് ദൈവത്തിന്റെ വഴിയാണ്. പ്രാകാരത്തിലാണ് യാഗപീഠവും താമ്രത്തൊട്ടിയും. യേശുക്രിസ്തുവിന് തികവുള്ള യാഗം പൂർത്തീകരിക്കപ്പെട്ടത് കൊണ്ട് ഇനി ഒരു യാഗപീഠത്തിന് ആവശ്യമില്ല. സ്തോത്രം.
പ്രാകാരമില്ലാതെ അവര് പണിയും. കർത്താവ് പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ലെന്നാണ്. കല്ലിന്മേൽ കല്ല് ശേഷിച്ചില്ല. എങ്കിലും യെശയ്യാവ് 6 പറയുന്നത് പോലെ കരിമരവും കരുവേലവും വെട്ടിയാൽ ഒരു കുറ്റി ശേഷിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. സ്തോത്രം, സ്തോത്രം. അതിനു മീതെയുള്ള കല്ലുകൾ എല്ലാം ഇടിച്ചു കളഞ്ഞെങ്കിലും കുറ്റി ശേഷിക്കുന്നത് പോലെ അടിസ്ഥാന കല്ലുകൾ. അതിന് ഒറ്റ എക്സ്പ്ലനേഷനേ ഉള്ളൂ. സ്തോത്രം. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത വിശേഷപ്പെട്ട വലിയ കല്ലുകൊണ്ട് ശലോമോൻ ആലയത്തിന് അടിസ്ഥാനം ഇട്ടു. സ്തോത്രം. ആ കല്ല് അവിടെ കിടപ്പുണ്ട്. അതിന്മേൽ സ്തോത്രം അവര് ആലയം പണിയും. എതിർ ക്രിസ്തുവിന്റെ കാലത്ത് അത് അവിടെ പണിയപ്പെടും. അധികാരത്തോടെ ഒരാൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആലയം ഇടിക്കുന്നില്ല, അവരോട് പറഞ്ഞോട്ടെ എന്ന അധികാരത്തോടെ പറഞ്ഞാൽ ഇസ്രായേലുമായി അവർ എഗ്രിമെന്റ് ചെയ്യുമല്ലോ, സന്ധി ചെയ്യും. അങ്ങനെ ബൈബിളിൽ ക്ലിയർ ആയിട്ട് ഇത് എഴുതി വെച്ചിരിക്കുന്നു. അതിന്റെ നിവൃത്തിക്കുള്ള വഴികൾ നമ്മുടെ കൺമുമ്പിൽ ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനപ്രകാരം 7 മന്ദിരങ്ങളാണ്. ഒരു സമയത്ത് ഒന്നേ ഉള്ളൂ. സമാഗമന കൂടാരം മാറി ശലോമോന്റെ ദൈവാലയം. ശലോമോന്റെ ദൈവാലയത്തിൽ ഭ്രംശം വന്നപ്പോൾ സെരുബ്ബാബേൽ ദൈവാലയം പണിതു. അതിന് ഭ്രംശം സംഭവിച്ചു. ഹെരോദേസ് ദൈവാലയം പണിതു. കർത്താവ് വരുമ്പോൾ അതാ ഇവിടെ നിന്നത്. അത് തള്ളപ്പെട്ടു. എന്റെ ആലയം സകല ജാതിക്കും പ്രാർത്ഥനാലയമായിരിക്കും. അതിനെ ഇടിച്ചു കളഞ്ഞു. സഭയാം ദൈവാലയം ഇവിടെ സ്ഥാപിക്കും. ഇത് 5ാം ദൈവാലയമായ സഭ ഇന്നിവിടെ ഉണ്ട്. അതുകൊണ്ട് 6ാം ദൈവാലയം പണിയുന്നില്ല. 7ാം ദൈവാലയം എന്ന് പറയുന്നത് മീൻസ് 1000 ആണ്ട് വാഴ്ചയിൽ പണിയുന്നതും യെഹെസ്കേൽ ദർശനത്തിൽ കണ്ടതുമായ മാതൃകാ ദൈവാലയം. ഒരു സമയത്ത് ഒന്നേ ഉള്ളൂ. സ്തോത്രം. ഇന്ന് നമ്മൾ ഇവിടെ ഉള്ളത് കൊണ്ട് ആലയം പണിയുന്നില്ല. പക്ഷെ അത് പണിയാനുള്ള സന്നാഹം ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ എത്രയും വേഗം ഇവിടുന്ന് പോകാൻ ഒരുങ്ങിക്കോണം. നമ്മളവന്റെ മന്ദിരമാണ്. ഇനിയും നമ്മൾ എനിക്ക് വേണ്ടി ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. സ്തോത്രം. അവന്റെ മന്ദിരമായ അടിസ്ഥാനം ഇടപ്പെട്ടവർ, യാഗമായി ഏൽപ്പിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. നാം അവന്റെ മന്ദിരമാണ്. നമ്മൾ വിശുദ്ധമാണ്. നമ്മൾ വിശുദ്ധന്മാരാണ്. ആ വിശുദ്ധിയിൽ കർത്താവിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരായി സ്തോത്രം അടിയാൻ ജീവിക്കുന്നത് കർത്താവ് അങ്ങയുടെ മഹത്വത്തിന് എന്നുള്ള സമർപ്പണത്തോടെ കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ അവസരത്തിന് പാസ്റ്ററോടും സ്തോത്രം സ്തോത്രം ദൈവസഭയോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടച്ചാൽ അത് ആ സ്ഥാനത്തല്ലല്ലോ. ഒരു നിമിഷം എല്ലാവരും ഒരു വേള നിങ്ങൾ ഈ യോഗത്തിന് ഇങ്ങോട്ട് വരുമ്പോഴും എനിക്ക് വേണ്ടി ദൈവം, നീ എനിക്ക് വേണ്ടി ഇതെല്ലാം നിർവഹിക്കണേ, എനിക്ക് വേണ്ടി ദൈവം എന്ന ചിന്തയോടെ നിങ്ങൾ വന്നെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ ഒരു മാറ്റം വരാൻ, അടിസ്ഥാനപരമായ മാറ്റം വരാൻ നമ്മൾക്ക് ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, എനിക്ക് വേണ്ടി അവിടുന്ന് എല്ലാം നിർവഹിച്ചു. അതുകൊണ്ട് എനിക്ക് വേണ്ടി അവിടുന്ന് എന്നാണ് ഞാൻ ഈ സമയം വരെ ചിന്തിച്ചിരുന്നത്. ഞാൻ എന്നെ അങ്ങേക്കായി തരികയാണ് കർത്താവേ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്തിനായി സ്തോത്രം. അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനത്തിനായി സ്തോത്രം. ആ തിരുവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ ദൈവസഭയ്ക്കായി സ്തോത്രം. തിരുവചനത്തെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം. ഈ സഭയിലെ ശുശ്രൂഷകന്മാർക്കായി സ്തോത്രം. കർത്താവ് പാസ്റ്റർ സാം, ഞാൻ എന്നെയും അദ്ദേഹത്തോട് കൂടെ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന മറ്റ് കർത്ത ശുശ്രൂഷകന്മാരെയും ഓർത്ത് സ്തോത്രം ചെയ്യും. തിരുമേടെ അനുഗ്രഹങ്ങൾ ഈ സഭയുടെ മേലുണ്ടാകണമേ കർത്താവേ. സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങൾ നിർവഹിച്ചു തരുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അത് സത്യമായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അതിലങ്ങ് നിന്നു പോകുന്നവരാ. കർത്താവേ, ഞങ്ങളോട് പൊറുക്കണേ. അങ്ങേ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതുപോലെ ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങേക്കായി ഏൽപ്പിച്ചു തന്ന് ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നുള്ള സമർപ്പണത്തോടെ ജീവിക്കുവാൻ അടിയാനും അടിയന്റെ പ്രിയമുള്ളവർക്ക് കൃപ നൽകണമേ. ഈ സഭയിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണം. തുടർന്ന് നടക്കുന്ന വിശുദ്ധ സഭായോഗത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിന് സന്തോഷം ഞങ്ങളുടെ മേൽ പകരണം. മഹത്വം എല്ലാത്തിലും അങ്ങ് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ. എല്ലാവർക്കും വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളെ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.